കേരളത്തിലാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷം തടഞ്ഞതിനെ കുറിച്ചും പുൽക്കൂട് തകർത്തതിനെ കുറിച്ചും കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്തു വരുന്നത്. സാധാരണ നമ്മൾ ക്രിസ്മസ് കാലത്തൊക്കെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നൊക്കെയുള്ള വാർത്തയായി പത്രങ്ങളുടെ ദേശീയ പേജിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിലും വരികയാണ്. അത് നമുക്ക് നൽകുന്ന ഒരു നടുക്കം വളരെ വലുതാണ്. കാരണം കേരളത്തിൽ എല്ലാ മനുഷ്യരും ഓണവും ക്രിസ്മസും വിഷുവും പെരുന്നാളും ഒക്കെ ആഘോഷിക്കാറുണ്ട്. സെക്കുലർ സമൂഹം എന്നുള്ള നിലയിൽ ഉത്സവങ്ങളെ മതപരമായും സെക്കുലറായും ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് ക്രിസ്മസ് എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ മാത്രം ആഘോഷമായിട്ടല്ല ഇത്രയും നാൾ നാട്ടുകാർ കണ്ടുകൊണ്ടിരുന്നതും. അപ്പോൾ അവിടെയും പ്രശ്നം വരുമ്പോൾ എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത്? ഇത്തരമൊരു വിപത്ത് കേരളത്തിൽ ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇവിടെ BJP ആവട്ടെ, RSS ആവട്ടെ, അതുപോലെ ബജ്രംഗ് ദൾ ആവട്ടെ, വിശ്വഹിന്ദു പരിഷത്താവട്ടെ, അവ ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇതിൻ്റെ പ്രിൻസിപ്പലായ സംഘടന BJP അല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അവരുടെ തീരുമാനമനുസരിച്ച് ഉണ്ടാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് പഴയ ജനസംഘമായാലും ഇപ്പോഴത്തെ BJP ആയാലും. അവർ തീരുമാനിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സംഘടനയാണ് VHP. അതിൻ്റെ ഭാഗമായിട്ട് ഓർന്നു വന്നിരിക്കുന്നതാണ് ബജ്രംഗ് ദൾ. ഇങ്ങനെ എന്താ ഈ സംഘടനകളെല്ലാം മൗലികമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യം? ഞങ്ങൾ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ വർഗീയത വളർത്തുന്നതിന് വേണ്ടി ഈ സംഘപരിവാര ശക്തികൾ നിരന്തരമായി ശ്രമിക്കുകയാണ്. അതിനെ എല്ലാ കാലത്തും ചെറുക്കാൻ മുന്നോട്ടേക്ക് വന്നൊരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. മതനിരപേക്ഷതയുടെ പാരമ്പര്യമുള്ള ഈ നാട്, ഇപ്പോൾ നിങ്ങൾ കാണാൻ പഠിക്കണം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾ അരങ്ങേറിയത് ഇന്ത്യ വിഭജന കാലത്താണല്ലോ. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു ഇല പോലും അനങ്ങാത്തൊരു നാടാണ് ഈ കേരളം. അതുപോലെ നിങ്ങൾ കാണാൻ പഠിക്കണം, ബാബരി പള്ളി പൊളിക്കുന്ന സമയത്ത് രാജ്യത്ത് ആ കലാപം ഉണ്ടായല്ലോ. ആ കലാപം ഏശാത്തൊരു നാടായിരുന്നു കേരളം. ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിൽ മതനിരപക്ഷ മനസ്സ് അങ്ങനെയൊരു നില ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാടെടുത്താണ്. ഇവിടെ BJPക്കാർ പള്ളി പൊളിക്കാൻ മുന്നോട്ടേക്ക് വന്നപ്പോൾ അതിനെ ചെറുക്കാൻ CPM നൽകിയ നേതൃത്വം അന്ന് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്താ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? അത് യാദൃച്ഛികമാണോ? നിങ്ങൾ 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഓരോ കൊല്ലം കഴിയുന്നതോറും ക്രിസ്ത്യാനികൾക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും എതിരെയുള്ള കയ്യേറ്റം വർദ്ധിക്കുകയാണ്. 14 127, 19 328, 21 505, 22 601, 29 714. ഇത് മണിപ്പൂർ ഒഴിച്ചാൽ. മണിപ്പൂരിലാവട്ടെ എത്ര ഹീനമായിട്ടുള്ള ആക്രമണമാണ് ഇവിടെ ക്രിസ്തീയ സ്ഥാപനങ്ങൾക്ക്, ആരാധനാ കേന്ദ്രങ്ങൾക്ക്, അതുപോലെ ക്രിസ്തീയ ഭവനങ്ങൾക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ, ഔദ്യോഗിക സംവിധാനങ്ങളടക്കം. എന്താ ഇതിൽ നിർഭാഗ്യകരമായിട്ട് കാര്യം? നിർഭാഗ്യകരമായ കാര്യം, യഥാർത്ഥത്തിൽ ഇതിനെ ഗൗരവമായി ചെറുക്കാൻ താല്പര്യപ്പെടേണ്ട കോൺഗ്രസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപക്ഷ പാർട്ടി, അവർ അധികാര കസേരകളുടെ താല്പര്യം കൊണ്ട് ഇതിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ബാബരി പള്ളി പൊളിക്കുന്നതിൽ കോൺഗ്രസിന്റെ പങ്ക് നമുക്ക് നിഷേധിക്കാനാവില്ല. യാത്ര നടത്തുന്ന സമയത്ത് അതിനെ തടയാതിരിക്കുന്നതിൽ കോൺഗ്രസിന്റെ പങ്ക് നിഷേധിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലേക്ക് ഉൾപ്പെടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ UDFന്റെ ഭാഗമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI വരുന്നൊരു നില നമ്മൾ കണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ നില എന്തായാലും വിടില്ല, സമാധാനം എന്തായാലും വിടില്ല, അധികാര കസേര മതി. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് ഒരു ഭാഗത്ത് ഹിന്ദുക്കളെ വർഗീയവൽക്കരിക്കാൻ BJP, മറുഭാഗത്ത് മുസ്ലിങ്ങളെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമി